ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചീരത്തോരനാണ്. നല്ല ചുമന്ന ചീര വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിനായിട്ട് കുറച്ച് ചീര ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് നല്ല രീതിയിൽ 2-3 വെള്ളത്തിൽ കഴുകിയെടുത്ത ചീരയാണ്. അതുകൂടാതെ അതിൻ്റെ കൂടെ ഒരു സവാളയും 2 പച്ചമുളകും, ഒരു സവാളയും 2 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കണം. ചെറിയ ചെറിയ പീസസായിട്ട് അരിഞ്ഞെടുക്കണം. നല്ല രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കണം. ഞാനിവിടെ സവാളയും പച്ചമുളകും മാറ്റി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചീരയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല രീതിയിൽ ചൂടായി വരണം. എണ്ണ നല്ല രീതിയിൽ ചൂടായി വരുന്ന ടൈമിൽ നമുക്കിത് താളിക്കണം. അതിനു വേണ്ടി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വറ്റൽമുളകും കരിവേപ്പില ഈ ടൈമിൽ ആവശ്യമുണ്ടെങ്കിൽ ഇടാം. എരിവ് അധികം വേണ്ട എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. 2 പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അങ്ങനെ കടുക് നല്ല രീതിയിൽ പൊട്ടി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാളയും ചീരയും നമ്മൾ ഒന്നിച്ചിട്ട് വേവിക്കത്തില്ല. കാരണം ഇതിന് രണ്ടിനും 2 വേവാണ്. സവാള നല്ല രീതിയിൽ വാടി വന്നതിന് ശേഷമാണ് നമ്മൾ ചീര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ സവാളയ്ക്കും ചീരയ്ക്കും 2 വേവായി പോവും. സവാള നല്ല രീതിയിൽ വാടി വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ട് സവാള നല്ല രീതിയിൽ ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമ്മൾ വേവിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടയ്ക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. അങ്ങനെ സവാള ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ചേർത്ത് കൊടുക്കാം. ചീര അരിഞ്ഞെടുക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം. അത് നമ്മൾ കഴുകി എടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വെള്ളം തോർത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ചീര വെന്ത് വരുമ്പോഴത്തേക്ക് വെള്ളം പറ്റാതെ നല്ല രീതിയിൽ കുഴഞ്ഞു പോകും. അന്നേരം ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ചീര നല്ല രീതിയിൽ വെള്ളം തോർത്തിയെടുത്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ, ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി അതെല്ലാം കൂടെ നല്ല രീതിയിൽ യോജിപ്പിച്ച് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ചീര ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. അല്ലാതെ ഇളക്കി എല്ലാം കൂട്ടി ചേർത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ തീ സിമ്മിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇപ്പം ചീര നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ നല്ല രീതിയിൽ കുറവ് വരും കേട്ടോ. ചീര നല്ല രീതിയിൽ വാടി വരുമ്പോഴത്തേക്ക് അങ്ങനെ എല്ലാം നല്ല രീതിയിൽ വെന്ത് വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് ചീരയ്ക്ക് വേണ്ടിയുള്ള തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാൻ കുറച്ച് ചീരയേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് അരപ്പ് എടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങയും അതിലേക്ക് ഒരു നുള്ള് മുളക് പൊടിയും 1 തുള്ളി മഞ്ഞൾപ്പൊടിയും, ഇത്രയും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇതിനകത്ത് ജീരകവും വെളുത്തുള്ളിയൊക്കെ അതിൻ്റെയൊക്കെ മണം ഇഷ്ടം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ഞാനിപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർക്കുന്നത്. അതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുന്നുണ്ട്. തോരന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ക്രഷ് ചെയ്ത്, ഒരുപാട് അങ്ങ് ആടുന്നില്ല, ഒരുവിധം ചെറുതായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ചീര നല്ല രീതിയിൽ വെന്ത് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ അരപ്പിട്ട് കൊടുക്കുന്നത്. അരപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് നേരം നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കില്ല. ജസ്റ്റ് അതിൻ്റെ പച്ചമണം, അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ മാത്രമേ നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കത്തുള്ളൂ.
നല്ല രീതിയിൽ പിന്നെ ചീര വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഈ സമയത്ത് കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഈ അരപ്പിടുന്ന സമയത്ത് ഞാനിപ്പം ചേർക്കുന്നില്ല. ചീരയൊക്കെ വേവിക്കുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഇച്ചിരി തോനെയും ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ രുചി കൂടത്തതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ ചീര റെഡിയായി വന്നിട്ടുണ്ട്. 2 വട്ടം ഇളക്കി യോജിപ്പിച്ച് അരപ്പിട്ടതിന് ശേഷം ഒരുപാട് നേരം ഇട്ട് വേവിക്കണ്ട, കാരണം ആ തേങ്ങയുടെ ആ രുചിയൊക്കെ ഇല്ലാതായി പോവും. അതുകൊണ്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് തീ ഓഫ് ചെയ്ത് ഇനി സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ ഒരു ചീരത്തോരനും ഒരു പൊരിച്ച മീനും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാൻ കഴിയും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ.